$3200 മുതലാണ് ഇവിടെ ഇരിക്കുന്നത്. ഹലോ വ്യൂവേഴ്സ്, കെ സൈക്ലോപീഡിയയുടെ പുതിയൊരു എപ്പിസോഡിൽ ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. കാനഡയിൽ കെ സൈക്ലോപീഡിയയുടെ ജേഴ്സി ഇട്ട ആദ്യത്തെ വീഡിയോ ആണ്. അഗൈൻ എൻ്റെ കൂടെ ഒരു പ്രത്യേക വിശിഷ്ട അതിഥിയും കൂടെ ഉണ്ട്. ഇദ്ദേഹം കാനഡയിലെ ഒരു പ്രമുഖ യൂട്യൂബറാണ്, ബിജോ ബ്രോ. ഞങ്ങൾ ഇവിടെ വന്ന് ബിജോ സെബാസ്റ്റ്യൻ എന്നാണ് യൂട്യൂബ് ചാനൽ, ലിങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തേക്കാം. അപ്പൊ ഇദ്ദേഹം ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടന്റ് എന്നൊക്കെ പറയാം, കരിയർ വെണ്ടർ ആണ്. എന്നാൽ ചെറിയ കലാപരിപാടികൾ പുള്ളിയുടെ കയ്യിൽ ഒട്ടനവധി പരിപാടികളുണ്ട്. നിങ്ങൾ ചാനലിൽ കയറി നോക്കുമ്പോൾ മനസ്സിലാവും. ഇതിലെല്ലാം ഉപരി ഈ മനുഷ്യനാണ് എന്നെ വഴി തെറ്റിച്ചത്. അതായത് ഞാൻ ഇവിടെ വന്ന് മര്യാദയ്ക്ക് മറ്റേ സൈക്കിൾ മേടിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ പുള്ളി ചെന്ന് എൻ്റെ ഒരു സ്വപ്ന വണ്ടിയായ ബ്രോംപ്ടന്റെ ഒരു ഫോൾഡിംഗ് സൈക്കിൾ മേടിച്ചു. അത് കണ്ട അന്ന് മുതൽ ഞാൻ തകർന്ന് തരിപ്പടമായിട്ടാണ്. ഈ ഡാഹൺ മേടിക്കാനുണ്ടായ പ്രലോഭനം ഈ മനുഷ്യനാണ്. ഇങ്ങനെ നിന്നൊരു $350 നമുക്ക് എഴുതി മേടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ബ്രോംപ്ടനും എൻ്റെ ഡാഹണും അവിടെ പുറകിൽ കെട്ടിപ്പൊടുന്ന ഇരിപ്പുണ്ട്. ഞങ്ങൾ അതിനെ കൊണ്ടുവന്ന് ഇവിടെ ഏജാക്സ് വന്നിട്ടുണ്ട്. ഇവിടെ ഏജാക്സിൽ ഒരു ഇത് മോളാണോ ബ്രോ? അതെ, ഇതൊരു ഷോപ്പിംഗ് മോളാണ്. ഏജാക്സ് ചെറിയ സിറ്റിയാണ്. താമസിക്കുന്നത്. അപ്പൊ ഞങ്ങള് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് പിക്ക് ചെയ്ത് ഞങ്ങൾ ഇവിടെ വന്ന് അപ്പൊ നമ്മൾ പോകുന്ന ട്രെയിലിന്റെ പേര് വാട്ടർ ഫ്രണ്ട് ട്രെയില്. പിന്നെ നമ്മള് ഒണ്ടേരിയോ ലേക്ക് ആണ് മെയിൻ ഹൈലൈറ്റ്. ഒണ്ടേരിയോ ലേക്ക്, യെസ്, അതാണ് ഇന്നത്തെ പരിപാടി. അപ്പൊ നമുക്ക് വണ്ടി ഇറക്കി അങ്ങോട്ട് പോയാലോ? പിന്നെ അപ്പൊ റെഡി. അപ്പൊ കൂടെ പിടിച്ചോളും. കണ്ടോ, ഒരമ്മ പറ്റ അളിയന്മാരെ പോലെ എന്നൊക്കെ പറയുന്നത് പോലെ എന്റെ ഡാഹണും ആശാന്റെ ബ്രോംപ്ടണും. ഇത് ആക്ച്വലി പരിചയപ്പെടാൻ വണ്ടിയാണ്. ബഹുത്ത് പെടാൻ 2400 മൊത്തം കൂടെ 3200. എന്റെ ദൈവമേ, $3200 മുതലാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ എന്തായാലും ഒന്ന് പുറത്തോട്ട് എടുത്തിട്ട് ഞാൻ വിശദമായ വണ്ടി കാണിച്ചു തരാം. അങ്ങനെ ബിജോ ബ്രോയുടെ ബ്രോംപ്ടൺ ഇത്രയേ ഉള്ളൂ സാധനം. എന്റെ മോനെ ഒരു രക്ഷയില്ല. ഓക്കെ, ഒന്ന് റെഡി ആക്കാമോ? യെസ്, അൺഫോൾഡ്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ പോലെ തന്നെയാണ്. ഓക്കെ, അവിടെ ടൈ ചെയ്യുന്നതാണ്. ഓക്കെ, അത് ലോക്കാണോ? ഇത് ലോക്കാണ് ഇവിടെ. ഓക്കെ, ഇത് കൂടിയ സാധനമായിട്ടാ. എന്റെ ദൈവമേ. ഓക്കെ ഓക്കെ, സെറ്റ്. മോനെ അടിപൊളി. ഇത് 20 ഇഞ്ച് അല്ലല്ലേ വീല്? 26 അല്ല, വീൽ സൈസ് 20 അല്ല, ഇത് ചെറുതാണ്. 16 ആണ്. 16 ആണ്. ഓക്കെ, വാവ്, ലുക്ക് അറ്റ് ദാറ്റ് ഫോർ എ ബ്യൂട്ടി. പിന്നെ നമ്മുടെ ഇവിടെ പമ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. അടിപൊളി, ഇത് സൂപ്പർ അല്ലേ? ഇത് തന്നെ പമ്പ് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് അഗെയിൻ ഇത് മറ്റേ ഈ ഹബ്ബ് മറ്റേ ഗിയർ അകത്ത് ഇന്റഗ്രേറ്റഡ് ആണ്, കണ്ടില്ലേ? ഇത് 6 സ്പീഡ് ഉണ്ട്. സംഗതി ഉഗ്രം വണ്ടിയാണ്. എനിക്കൊരു റൗണ്ട് ഓടിക്കാൻ തരുമായിരിക്കും അല്ലേ? എന്തായാലും ഒരു റൗണ്ട് സൈക്ലിംഗ് ഹീറോയ്ക്ക് അത്രയൊന്നുമില്ല. എന്താണെങ്കിലും ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം. ശരി, അപ്പൊ മുന്നോട്ട് പോവാം. അങ്ങനെ ഗൈസ്, എൻ്റെ ഡാഹോ ബ്രോയിലെ ആദ്യത്തെ ഡാഹോബോയിലെ ആദ്യത്തെ റൈഡാണ്. ഇതേ ഫ്രണ്ടിൽ ബിജോ ബ്രോ പോകുന്നുണ്ട്. ഞാൻ അതൊന്ന് ഉരുട്ടി നോക്കി. അത് വേറെ ലെവൽ വണ്ടിയാണ് കേട്ടോ. അത് ഭയങ്കര രസമാണ് ഓടിക്കാൻ. ഇത് കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് വൈബാണ് ഈ വണ്ടി തരുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ കുറച്ച് ദൂരം ചവിട്ടി നോക്കട്ടെ. ഞാൻ സ്ഥിരം ചെയ്യാറുള്ളത് പോലെ തന്നെ നമ്മുടെ സാധനം ഇടാൻ മറന്നുപോയി. സ്ട്രാവ. ഓക്കെ, സ്ട്രാവ ഇട്ടിട്ടുണ്ട്. ഇത് നല്ല സ്പീഡിൽ പോകും കേട്ടോ എൻ്റെ വണ്ടി. ഗിയർ ഷിഫ്റ്റിംഗ് ഒന്നും യാതൊരു പ്രശ്നമില്ല. എനിക്ക് ഗിയർ ഷിഫ്റ്റിംഗ് പ്രശ്നമുണ്ടാവുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. ഇല്ല, അതും സേഫാണ്. അപ്പം എന്തായാലും ഞങ്ങൾ ഇനി മുന്നോട്ട് പോയിട്ട് മുന്നോട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ആക്ച്വലി പുള്ളിയുടെ വീൽ സൈസ് 16ഉം എൻ്റെത് 20ഉമാണ്. പക്ഷെ പുള്ളി പോകുന്ന പോക്കുണ്ട്. നല്ല ഒന്നാന്തര ഹബ്ബാണ്. അത് നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. പുള്ളി വിത്ത് ഈ സ്റ്റൗട്ടാണ്. എന്തായാലും വണ്ടി കൊള്ളാം. ബ്രോംപ്ടൺ 3400 രൂപ കൊടുത്ത് വാങ്ങുന്ന ബ്രോംപ്ടൺ ഒന്നും അങ്ങനെ പണി തരില്ലല്ലോ. പക്ഷെ എന്നാലും കുറച്ച് എക്സ്പെൻസീവ് അല്ലേ? നാട്ടിൽ എത്രയായി? 2 ലക്ഷം രൂപ. എൻ്റെ അമ്മേ, 2 ലക്ഷം രൂപയ്ക്ക് ഫോൾഡിംഗ് സൈക്കിള് മുതലാണ് മോനെ, മുതലാണ്. എന്തായാലും എൻ്റെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ചെറിയ ക്ലൈം പോകുന്നുണ്ട്. ചവിട്ടി കയറിയാണ് ഗൈസ്. അങ്ങനെ ഗൈസ്, നമ്മൾ ഏതാണ്ട് അവിടെ ലേക്ക് ഉണ്ടായി അങ്ങ് കാണുന്നുണ്ട്. വെരി ബ്യൂട്ടിഫുൾ റോഡ്സ്, അടിപൊളി, വലിയ തിരക്കില്ല, ശാന്തി
സമാധാനം, സുന്ദരം. നിങ്ങൾ ഏജാക്സിൽ ഒന്ന് സെറ്റിൽ ആയത് വെറുതെ അല്ല കേട്ടോ, നല്ല റിസോർട്ട് സ്ഥലം. ദുർഹം കോളേജ്. ദർഹം. ഓ ശരി 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 ശരി. ഇതാണോ? പിന്നെ ട്രെൻഡ് യൂണിവേഴ്സിറ്റി. അല്ല, ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോകണം. ട്രെൻഡ് യൂണിവേഴ്സിറ്റി ഇവിടെ അടുത്താണോ? ട്രെൻഡ് യൂണിവേഴ്സിറ്റി ഇവിടെ തന്നെ. ശരി 10 കിലോമീറ്റർ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഡർഹം കോളേജ് കേട്ടിട്ടുണ്ട്, ട്രെൻഡ് യൂണിവേഴ്സിറ്റി കേട്ടിട്ടുണ്ട്. അവിടെ ആ സൈഡിലാണ് ലേക്ക് ഒണ്ടാരിയോ. ഒരു കടൽ പോലെ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാം കേട്ടോ നമുക്ക്. അതൊക്കെ വാട്ടർഫ്രണ്ട് ട്രെയിലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം എൻ്റെ അടുത്തോളം സൈക്ലിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ആൻഡ് ഗൈസ്, ഐ എം ലവിങ് ദിസ് മെഷീൻ. അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വണ്ടി നല്ല തെറിച്ചേക്കാണ്, കയറ്റങ്ങളൊക്കെ ചുമ്മാ കയറി പോവുക. വലിയ പല്ലൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇതുവരെ ഇതിൻ്റെ ഒന്നാമത്തെ പല്ല് പോലും ഇട്ടിട്ടില്ല. പക്ഷേ ഐ എം ലവിങ് ഇറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഓ കണ്ടോ, ഇതൊരു ലേക്കാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? കടൽ കാണിച്ച് നിങ്ങളെ ലേക്കാണെന്ന് പറഞ്ഞ് പറ്റിക്കുകയാണെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ വിശ്വസിച്ചെന്നിരിക്കും. അമ്മാതിരി വലിപ്പമാണ്. ഞാനിതിൻ്റെ ഭീകരത കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ മുഴുവൻ സൈക്കിൾസാണ്, അത് എല്ലാം ഇലക്ട്രിക് സൈക്കിൾസാണ്. അപ്പോൾ അവർക്ക് ശോഭന ക്ഷീണമാവില്ല. അത് മറ്റേ ഫാറ്റ് ബൈക്കിൽ വലിയ ടയറൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നൈസ് വൈബ്. അപ്പോൾ അതാ കണ്ടോ, എല്ലാം ഇലക്ട്രിക് സൈക്കിൾസാണ്. കയറി നടക്കുന്നുണ്ട്. ചെറിയൊരു ക്ലൈംബ്. ഞാൻ പതുക്കെ ക്ലൈംബല്ലേ നമുക്ക് ഓട്ടേക്ക് പോകാൻ. ഇലക്ട്രിക് സൈക്കിളിനെ നമ്മൾ കാലുകൊണ്ട് ചവിട്ടി നമ്മുടെ കുട്ടി സൈക്കിൾ ഓവർടേക്ക് ചെയ്തിരിക്കണം ഗേസ്. അടുത്ത് ഓക്കെയോ, നമ്മളടുത്ത കളിയല്ലേ. അവിടെ CN ടവറൊക്കെ എനിക്ക് ദൂരെ കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളിയാണ്. മറ്റേ സ്കൂട്ടർ പോകുന്നു. ഓ അടിപൊളിയല്ലേ, കാണുന്നുണ്ടോ നിങ്ങൾ? അടിപൊളി സ്ഥലമാണ്. വൈബ്സാണ് ഗൈസ്, സമ്മർ വൈബ്സാണ്. കണ്ടില്ലേ, ആൾക്കാരൊക്കെ പിക്നിക് മൂഡാണ്. ഇവിടെ ഞാൻ വന്നിട്ടുണ്ട് കേട്ടാ, ഞാൻ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് അടിപൊളിയാ. ഞാൻ വന്നിട്ടുണ്ട്. അതെ അതെ അതെ, ഇത് അടിപൊളിയാ. നമ്മളെങ്ങോട്ടാ പോവാ? ഇങ്ങോട്ടാണോ? ശരി ശരി. ഇത് ഞങ്ങൾ അങ്ങ് കുറേ പോയി. ഏതാ ബ്രോ? അങ്ങോട്ട് പോയി. ഞാൻ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ, ഞാൻ ഈ വാഷ്റൂം യൂസ് ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ലേക്ക് ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഞാൻ ഇവിടുന്ന് ബ്രേക്ക് പിടിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? ഇതാണ് ലേക്ക്, എന്താണ് പേര്. പക്ഷേ ലേക്കിൻ്റെതായ ഒരു സ്വഭാവവും ഇല്ലാത്ത ലേക്ക്. അതായത് ഒരു കടൽ പോലെ വലുതാണ്. എൻ്റെ അമ്മേ, നമുക്ക് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയാലോ? നമുക്ക് അയ്യോ, അത് വിട്ട ഒരു കളിയില്ല. സൈക്കിള് താഴെ വെച്ചിട്ടുള്ള ഒരു കളിയും അത് നമുക്ക് പണ്ടേ ഇല്ലല്ലോ. നമ്മളെവിടെ പോയാലും സൈക്കിൾ ചുമന്നുകൊണ്ട് പോകുന്ന അസുഖമുള്ള ആൾക്കാരാണ്. യെസ്, അങ്ങനെ ഇതിനെ ലേക്കെന്നും ഇതിൻ്റെ തീരത്തെ ഒരു ബീച്ചെന്നുമാണ് പറയുന്നല്ലേ. നമ്മൾ കടൽ എന്ന് പറയുന്നത് പോലെ, കടലും ബീച്ചും എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ ലേക്കും ബീച്ചും. ഇതിപ്പോൾ ആക്ച്വലി ഇത്രയും ചെറിയ സാധനം ആയതുകൊണ്ട് എവിടെ വേണോ തൂക്കിക്കൊണ്ട് പോകാൻ ചെയ്യാം. എന്തായാലും നൈസായി. ഐ എം ലവിങ് യു മൈ ബോയ്. അപ്പോൾ ഇതാണ് ലേക്ക് ഒണ്ടാരിയോ. നൈസല്ലേ? വെള്ളം തണുപ്പുണ്ടോ നോക്കാം. വെള്ളം വലിയ തണുപ്പൊന്നുമില്ല, തിരയടിച്ച് വരുന്നുണ്ട്. ബ്രോംപ്ടണിൽ അന്വേഷിച്ച് വന്ന ഇത് ഗൂസാണോ? കനേഡിയൻ ഗൂസാണ്. കണ്ടോ, അവർ പോവുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ആ ട്രെയിലിൽ നിന്ന് പുറത്ത് ചാടിയിട്ടുണ്ട്. ഇത് നല്ല പോകാൻ പോകണം കേട്ടോ. ഇത് ആക്ച്വലി ഒരു റെഗുലർ സൈക്കിളിൻ്റെ അതേ സ്പീഡിൽ പോകുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇറക്കത്തിലൊക്കെ ചുമ്മാ 24-25 അടിച്ച് വിട്ട് പോവുക. ഇതിപ്പോൾ ഞാൻ വെറുതെ വെക്കുകയാണെങ്കിൽ പുള്ളിയുടെ വണ്ടി ചെയ്ത് പോകണമെങ്കിൽ ചിലപ്പോൾ പോയി ഓവർടേക്ക് വരെ ചെയ്ത് കളയും. കണ്ടില്ലേ, കേട്ടോ, നല്ല വണ്ടിയാണ്, നൈസായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ആ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു ട്രെയിനിലോട്ടൊന്ന് പോവുകയാണ്. അവിടുത്തെ കാഴ്ചകൾ കാണിച്ചാൽ പറയുന്നത് ഒരു ഭയങ്കര സൈക്ലിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സിൽവറാണല്ലേ. സിൽവർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും നീറ്റായിട്ട് സൈക്കിൾ ലെയിൻസും പരിപാടിയെല്ലാം ഉണ്ട്. ഒരു നല്ല ഒന്നാന്തര ഇറക്കാണ്. ഞാനധികം ചിരിക്കുന്നില്ല, കാരണം തിരിച്ച് കയറ്റായിട്ട് കയറേണ്ടതാണല്ലോ. അപ്പോൾ എന്താണെങ്കിൽ ഇതെല്ലാം സൈക്കിൾ ലൈനാണ്. വണ്ടി ഇപ്പോൾ 28-30 പോകുന്നത്. എന്തായാലും ഒന്ന് അടിച്ചു വിട്ട് മക്കളെയാണ്.
നിർത്തണോ? ഏതാണ്, അടുത്താണോ അതോ ഇതായിരുന്നോ? അവിടെയോ? ഓക്കെ ഓക്കെ. 32-35 ചുമ്മാ അടിച്ച് കയറി പോകുന്നുണ്ട് വണ്ടി. ഓക്കെ, ഇങ്ങനെ ഞങ്ങളൊരു ചെറിയ പേയ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. ഇതുവഴി നേരെ ഇവിടെ ഒരു കുഞ്ഞു ട്രെയിൽ ഉണ്ടെന്നാണ് ബിജോ ബ്രോ പറയുന്നത്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ബ്രോ ഫ്രണ്ടിൽ പോകുന്നോ? ആ, നൈസ് സ്ഥലമല്ലേ ഗൈസ്, അടിപൊളിയല്ലേ? ബിജോ ബ്രോയുടെ സൈക്കിളിലൊരു ബെല്ലുണ്ട്, അത് കൊള്ളാം ആക്ച്വലി. ആൾക്കാർ നമ്മൾ ദൂരെ നിന്ന് ഒരു ബെല്ലടിച്ചാൽ അവരങ്ങ് മാറിത്തരുന്നുണ്ട്. വെച്ചിരിക്കുന്നത് ഒരു ബീവറിൻ്റെ പടമാണ്. അതായത് ഇവിടെ ഈ ബീവർ ഡാം ഉണ്ടെന്നാണ് ബിജോ ബ്രോ പറയുന്നത്. ബീവേഴ്സ് ബിൽഡ് അവർക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി അവർ ഇത് ചെയ്യുന്നതാണ് അല്ലേ, ബ്രിഡ്ജ് പോലെ അല്ലേ? ഓക്കെ ഓക്കെ, ഇവിടെ എന്തോ ഒരു ബീവർ ബ്രിഡ്ജ് ഉണ്ട്. ഇത് വെച്ച് ഈ മരത്തിന്റെ കമ്പൊക്കെ വെച്ച് അവർ ബ്രിഡ്ജ് പണിയും അല്ലേ? അതെ അതെ, ഡാമായിട്ട് പണിയും അല്ലേ? ഓ അടിപൊളി. ഓ അത് ശരി അത് ശരി അത് ശരി. ഓ ശരി, ഉമ്മാർ എത്ര ഭീകരന്മാരല്ലേ. ഞാനിത് എവിടെയോ വായിച്ചിട്ടോ എന്തോ കണ്ടിരുന്നുണ്ട്. രസമുള്ളൊരു ഫീച്ചറാണ്. അപ്പോൾ അവരുടെ പടം ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അവരുടെ ക്രോസിംഗ് ഉള്ള ഏരിയ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. നല്ല രസമുള്ളൊരു നല്ല വൈബ് സ്ഥലമാണ്. ഇതേ അവിടെ ഒരു സൈക്കിൾ ഇരിപ്പുണ്ടല്ലോ. ഓ സിറ്റിയുടെ ഇലക്ട്രിക് സൈക്കിൾ അല്ലേ ഇത്? ഇതാണോ ഇത്? ഈ പറഞ്ഞ പോലെ പൈസ ആണോ? ആണല്ലേ? അതിനൊരു ഓ ആരും എടുക്കാതെ, ഇത് ഇച്ചിരി എക്സ്പെൻസീവ് എന്നാ പറയണേ. അതുകൊണ്ട് ആരും എടുക്കാതെ വച്ചിരിക്കുക. അടിപൊളി. നമ്മൾ നേരെ തന്നെയല്ലേ? ഓക്കെ ഓക്കെ, നേരെ തന്നെയാണ് വേണ്ടത്. രണ്ട് സൈഡിലും വണ്ടിയിലാണ് നമുക്ക് വരുത്തിയിട്ട്. ഏജാക്സ് ട്രാൻസ്പോർട്ടേഷൻ അഡ്വൈസറി കമ്മിറ്റി. അങ്ങനെ നല്ല നൈസ് സ്ഥലമാണ്. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഒന്നാന്തര കാഴ്ചകളല്ലേ നടന്നുകൊണ്ട്. ബേസ്ബോൾ ഗ്രൗണ്ടാണ് അല്ലേ? ഓക്കെ 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 ഓക്കെ. ഓ അടിപൊളി അടിപൊളി. ബേസ്ബോൾ ടൂർണമെൻറ്റ്സ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. ഈവൻ പൊളിക്കുകയാണ് കേട്ടോ. ചിക്കൻ അർമാദിക്കുകയാണ്. പാവപ്പെട്ട ചൈനക്കാരൻ ഇതുവരെ ഓടിക്കാതെ വച്ചിരുന്ന ദേഷ്യം മുഴുവൻ, അതിൻ്റെ ആവേശം മുഴുവൻ ആശാൻ ഇപ്പോൾ അങ്ങ് അർമാദിക്കുകയാണ്. അടിപൊളി. ജോണി ഓൺ ദ സ്പോട്ട്. എങ്ങോട്ടാ ബ്രോ? ലെഫ്റ്റ് റൈറ്റ്? സ്ട്രൈറ്റ്. ഓക്കെ. നൈസ് സ്ഥലമാണ്, വളരെ ബ്യൂട്ടിഫുൾ പ്ലേസ്. ആ ചെറിയ കുടു സൗണ്ടൊക്കെ ഉണ്ടാക്കി പൊക്കോട്ടിരിക്കുകയാണ്. ഓ നെയ്ബർഹുഡ് കമ്മ്യൂണിറ്റി എന്തോ ഒരു പേര് അവിടെ കണ്ടു, മനസ്സിലായില്ല, വായിക്കാൻ പറ്റിയില്ല. ഞങ്ങളങ്ങനെ ഏതോ ഒരു മെയിൻ റോഡിൽ വന്ന് കയറുകയാണ്. ഒരു ട്രെയിലെടുത്ത് ഏതോ ഒരു മെയിൻ റോഡിൽ വന്ന് കയറുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ വണ്ടിയിട്ട് എവിടെയാണോ? അല്ലല്ലേ? ഓക്കെ ഓക്കെ, ആ സോബീസ് കണ്ടോണ്ട് ചോദിച്ചാണ്. ഓക്കെ. അങ്ങനെ നമ്മൾ ഏതോ ഒരു വഴിയിലൂടെ റോഡിൽ പിടിച്ചിട്ടുണ്ട്. ഡോൾഡ്രാമ സോബീസൊക്കെ അവിടെ ഉണ്ട്. അടിപൊളി കേസ്, നല്ല റൈഡായിരുന്നു. വലുതായിട്ടും ചവിട്ടിയിട്ടൊന്നുമില്ല, ആകെ 17 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ. ബട്ട് ഇറ്റ്സ് ബീൻ നൈസ്. എല്ലാം കണ്ടില്ലേ? ലേക്ക് കണ്ടു, നല്ല വെയിലുള്ള സിറ്റി കണ്ടു, നല്ല ഉള്ളിലുള്ള നല്ല കാട് കണ്ടു. നൈസ്, എല്ലാം കിട്ടിയില്ലേ? ഓ താങ്ക്സ് ടു ദിസ് ജെന്റിൽമാൻ. അടിപൊളിയായിരുന്നു. വേറൊരു ട്രെയിൽ കയറുകയാണ്, ഡഫിൻസ് ട്രെയിൽ സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇത് കംപ്ലീറ്റ്ലി വേറൊരു വൈബാണ്. എന്താ ബ്രോ?
ട്രാൻസ് കാനഡ ട്രെയിലാണല്ലേ ഇത്? ഓക്കെ 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 ഓക്കെ, ഇത് അക്രോസ് കാനഡ പോകുന്ന ട്രെയിലാണ്. ആ നൈസാണ്, അടിപൊളിയല്ലേ? ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, എല്ലാവരും ഹായ് പറയും. ഡെഫിൻസ് ട്രെയിൽ നോർത്ത് റൈറ്റ് ആണോ? അടിപൊളി. ആ ഇത് യോധേ പറഞ്ഞ പോലെയാണല്ലോ, കാട് മുഴുവൻ ഫോറസ്റ്റ് ആണല്ലോ. ഇത് ഉഗ്രൻ, അടിപൊളി കേട്ടാ. നിങ്ങൾ ഭയങ്കര മനുഷ്യനാണ്, നല്ല ഒന്നാം തരം നല്ല ഒന്നാം തരം സഞ്ചാരിയാണ് താങ്കൾ. അടിപൊളിയായിട്ട് എല്ലാ റോഡും എക്സ്പ്ലോർ ചെയ്തു. ഒരു ചെറിയ ഗ്രാവൽ ലൈനാണ്. ഇവിടെ നല്ല തണുപ്പുണ്ട്. ആ ഒരു പാലം. ഈ എജാക്സ് അടിപൊളിയാണല്ലോ. കയറ്റാണോ? ശരി ശരി, കയറ്റം ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാനും ഇരിക്കുകയാണ്, നോക്കട്ടെ. ആ ശരി ശരി. ഇപ്പോൾ എൻ്റെത് കിടക്കുന്നത് 5-ലാണ്. ഓക്കെ, ഞാൻ 4-ലാക്കി. കയറ്റമാണ് 3-ആക്കി. എവിടെ കയറ്റം? ഇത് ചെറുതല്ലേ, ചെറുപ്പൊക്കോളും. ഇതിപ്പോൾ ഞാൻ 2-ലാക്കിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ എൻ്റെ കട്ടപ്പ യൂസ് ചെയ്തിട്ടില്ല. 2 കയറാവുന്ന കയറ്റമേ ഉള്ളത്. കുഴപ്പമില്ല, എനിക്ക് 32 പല്ലിൻ്റെ ഒരു അഹങ്കാരമുണ്ട്, അത് നൈസാണ്. ട്രെയിൻ, താങ്ക് യു. आपको भी पता है? ആ ഹിന്ദി സംസാരിച്ചുകൊണ്ടൊരു ബ്രോ പോകുന്നുണ്ട്. തേരാ ബാപ്കോ ബത്താ ഓ എന്നെന്തോ ആണ് പറഞ്ഞത്. തന്തയ്ക്ക് വിളിച്ചതാണോ എന്നൊരു സംശയമുണ്ട്. സംഗതി അടിപൊളി റൈഡ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. 20 കിലോമീറ്റർ ആയെന്ന് തോന്നുന്നു കേട്ടോ. 20 കിലോമീറ്റർ ആയി. 20 ആയിട്ടുണ്ട് കേട്ടോ. 20 അടിച്ചു. ഇവിടെ ഞാൻ അന്ന് ഈ സൈക്കിൾ വാങ്ങിച്ചുകൊണ്ട് വന്നത് 10-30 കിലോമീറ്റർ ഒന്നും ഉണ്ടായിരുന്നു തോന്നുന്നു. അല്ല മറ്റേ സൈക്കിളേ, അത് ചവിട്ടി തിരിച്ചു വരുമായിരുന്നു. ഞാൻ ഏതാണ്ട് 1.5 മണിക്കൂർ 2 മണിക്കൂർ ബസ്സിലൊക്കെ ഇരുന്നിട്ടാണ് അവിടെ എത്തിയത്. സത്യം. അതെ നമ്മുടെ നാട്ടിലെ നാട്ടുവഴികളെന്നൊക്കെ പറയുന്ന പോലെ, അല്ലെ നമ്മുടെ നാട്ടിലെ നാട്ടുവഴികളെന്നൊക്കെ പറയുന്ന പോലത്തെ കുഞ്ഞിടവഴികളൊക്കെ പോലെ ഉണ്ടല്ലേ ഇത്. വൈബ് സ്ഥലം കണ്ട്, കൊടുങ്കാട്, നല്ല രസമല്ലേ. ഇവിടെ നമ്മളെ മാത്രമേ ഉള്ളല്ലോ ബ്രോ. ആണോ? ഓക്കെ. ഹാ ഇതാ അടുത്ത പാലം. രസമുണ്ട്. ചവിട്ടുന്നുണ്ടല്ലേ പുള്ളി? ഓ
അതെ, ഇതേ കുറച്ച് പേര് സൈക്കിളും വെച്ചിട്ട് എന്തോ പരിപാടി ഒപ്പിക്കുന്നുണ്ട്. കുറച്ച് ഏറെപ്പേരുണ്ട്. പിള്ളേരാന്ന് തോന്നുന്നു കേട്ടോ. ചെറിയൊരു ക്ലൈംബായിരുന്നു. ഗ്രാവൽ റോഡ്സൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാം പേവ്ഡ് റോഡ്സ് എന്നാണ് പറയണേ. ഇത് MTBക്ക് പറ്റിയ റോഡല്ലേ? MTB ആണെങ്കിൽ ഇടിച്ചിറക്കായിരുന്നു. ഈ സൈഡിലൊക്കെ നല്ല രസമുള്ള ബിൽഡിങ്സ് കേട്ടോ. റോളിംഗ് ആണോ? അടിപൊളി, നൈസായിട്ട് പോന്നു. അടുത്ത് നമ്മൾ വീണ്ടും നല്ല രസമുള്ള വീടുകളാണ്. അപ്പുറമൊക്കെ ക്ലോസ്ഡ് ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. വഴി തെറ്റിപ്പോയിരിക്കാം പ്ലീസ്. ഇവിടെ എല്ലാം അടുത്തൊരു ട്രെയിൽ എടുക്കാനുള്ള ശ്രമമാണ് നമ്മൾ. യെസ്, ഗോട്ട് യു. സെയിം ട്രെയിലിൻ്റെ തന്നെ എക്സ്റ്റൻഷനാണ്. ഇത് ഭയങ്കര കണക്ടിവിറ്റി ആണല്ലോ, നല്ല രസമുണ്ട്. ബിൽഡിങ്സ് ആണ്. ബിജോപ്രോ പറയുന്നത് ഇവിടെ ഒരു നല്ല ക്ലൈമ്പുണ്ട്. നമ്മുടെ ആളിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഞാൻ വെയിറ്റിംഗ് ആണ്. ക്ലൈമ്പ് സ്റ്റാർട്ട് ചെയ്യണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, വലിയ പേടിക്കാനില്ല. ഓക്കെ, ചെറുതായിട്ട് ക്ലൈംബ് തുടങ്ങിയിട്ടുണ്ട്. നോക്കട്ടെ, ഇപ്പോൾ 3-ലാണ്. ഞാനേ ഒന്നിലിട്ട് നോക്കട്ടെ. മുട്ടായി ഉണ്ട്, അത്യാവശ്യം ക്ലൈംബ് ഉണ്ട്. ഇത് കൊള്ളാം, നല്ല ക്ലൈംബാണ്, ദോഷം പറയുമല്ലോ. നല്ലൊരു ക്ലൈംബായിരുന്നു, ചെറുതാണെങ്കിലും അത്യാവശ്യം ഗ്രേഡിയൻ്റ് ഉണ്ട്. നല്ല കൃഷി, കർഷക സമൃദ്ധി, നല്ല പാടമാണ്. ഇതെന്താണ് ബ്രോ? ബീൻസ് ആണോ? ഓഹോ, ഓക്കെ. ബീൻസ് ഒക്കെ ഉണ്ടെന്നാ പറയണേ. നല്ല നല്ല കൃഷി നടക്കുക. സ്പിനാച്ച് അല്ലേ? ഓക്കെ ഓക്കെ. ഇതേ രണ്ടുപേര് പറന്നടിച്ച് വരുന്നുണ്ട്. ആണല്ലേ? ഇവൻ ഇല്ലീഗലായിട്ട് ഡബിൾ അടിച്ച് പോവുക. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു സൈക്കിൾ പാത്തെടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വേറൊരു വൈബ് സ്ഥലം. സമയം ഏതാണ്ട് 7 മണിയായി. വെയിൽ കണ്ടോ? നല്ല രസമുള്ള സ്ഥലമാണ്. ഏജാക്സ് എനിക്ക് തോന്നുന്നു സ്കാർബ്രോ വെച്ച് നോക്കുമ്പോൾ വളരെ തിരക്ക് കുറവ്, എന്നാൽ വളരെ ശാന്തി സുന്ദരമായ ആണല്ലേ? ഓക്കെ 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 ഓക്കെ. നൈസ് സ്ഥലമാണ്. റോഡിൻ്റെ മനോഹാരിത കണ്ടോ? പക്ഷെ നിങ്ങൾ ശരിക്കും കണ്ടോ, അതൊരു ക്ലൈംബാണ്. ചവിട്ടിക്കയറ്റി കളയാം അല്ലേ? പക്ഷെ ഇത് നല്ല രസമുണ്ട്. ഈ ക്ലൈംബ് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട്. പക്ഷെ നല്ല ഗ്രേഡിയൻ്റ് ഉണ്ട് കേട്ടോ, ദോഷം പറയുന്നല്ലോ. എന്തായാലും നമുക്ക് ചവിട്ടി അങ്ങ് പോകാം. ചെറിയ മരം കണ്ട്, പക്ഷെ എല്ലാം താഴെ വീണ് പരിപാടി എല്ലാം കഴിഞ്ഞു. ഒന്നുപോലും കൈവാക്കിനില്ല. ഉണ്ടെങ്കിൽ ഒന്ന് പറിച്ചോണ്ട് പോകാനുള്ള പ്ലാനിലെ നോക്കിയതാണ്. ഒന്നുപോലും കിട്ടിയില്ല ഗൈസ്. അങ്ങനെ നമ്മൾ വന്നപ്പോൾ കുറേ സൈക്കിളുകൾ ഇരിക്കുന്നു. പക്ഷേ സൈക്കിളല്ല കേട്ടോ, ഈ സൈക്കിൾ വെച്ച് പൂട്ടാൻ വേണ്ടിയിട്ടുള്ള അല്ല, ഇതിൽ വെച്ച് നമ്മൾ ലോക്ക് ചെയ്യാന്നുള്ളതാണ് പരിപാടി. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ഇതെവിടെ നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു. എല്ലാ ഒരു സൈക്കിൾ അഴിച്ചു പണിയാനുള്ള എല്ലാ സാധനവും ഉണ്ട്. കൊള്ളാം അല്ലേ? നമ്മുടെ സ്ഥലത്താറ 401 ഹൈവേ ആണിത്. അപ്പോൾ വളരെ അടുത്താണ് നമ്മുടെ സ്ഥലം. നമ്മളപ്പോൾ നേരെ കാറിൻ്റെ അടുത്തോട്ട് പോവുകയാണേ. ഓക്കെ ഓക്കെ. ഞങ്ങൾ വന്ന സമയത്തൊക്കെ ഇവിടെ നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ ഇത് ഫുള്ള് ഒഴിഞ്ഞു.
അതെ അതെ, ഇത് ഇച്ചിരി നേരത്തെ ഉറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. കാറടിക്കാറായി. എവിടെയാണ് കാറ് കിടക്കുന്നത്? ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാം. അങ്ങനെ കഴിച്ച് ഞങ്ങൾ തിരിച്ചെത്തി. വണ്ടികൾ അതുപോലെ തന്നെ തിരിച്ചു വെച്ചിട്ടുണ്ട്. കണ്ടോ, 2 വണ്ടി, വലിയ ബൂട്ട് സ്പേസ് ഒന്നും ഇല്ലെങ്കിൽ 2 വണ്ടി സുന്ദരമായിട്ട് ഇതിൻ്റെ അകത്ത് ഇരുന്നോളും. ഈ മനുഷ്യനോട് പറഞ്ഞാൽ തീരാത്തത്ര നന്ദി. താങ്ക് യു ശക്തിമാൻ. അടിപൊളി റൈഡായിരുന്നു ബ്രോ, പറയാതിരിക്കാൻ പോയി. എനിക്ക് തോന്നുന്നു കാനഡ ചെയ്തതിൽ ഏറ്റവും നല്ല റൈഡ്. കാരണം എല്ലാ ടൈപ്പ് ടെറൈൻസും എക്സ്പ്ലോർ ചെയ്തു. നമ്മൾ പ്രകൃതിയിൽ പോയി, വെയിൽ കൊണ്ടു, തണുപ്പത്തോടെ പോയി, എല്ലാം അടിപൊളി. താങ്ക് യു. നമുക്ക് ഇനി ഉഷാറാക്കാം. നമുക്ക് പോലും പോയി കഴിക്കാൻ ആയിക്കോട്ടെ, സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും പോരാട്ടോ. കൂടെ പോരെ. അപ്പോൾ ഇത്രയും മാത്രം പറയാൻ വന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. ഇറ്റ്സ് മീ വിഷ്ണു വിത്ത് ബിജോ പ്രോ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്.